ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ബങ്കറിൽ ഒളിക്കാൻ സൈന്യം തനിക്ക് നിർദ്ദേശം നൽകിയതായി പാകിസ്ഥാൻ പ്രസിഡന്റ് ആസിഫ് അലി സർദാരിയുടെ വമ്പൻ വെളിപ്പെടുത്തൽ. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് എത്രമാത്രം ഭയാനകമായിരുന്നു പാകിസ്ഥാനിലെ സ്ഥിതിവിശേഷങ്ങളെന്ന് ലോകത്തോട് വിളിച്ചു പറയുകയാണ് പാകിസ്ഥാന്റെ പ്രസിഡന്റ് ആസിഫ് അലി സർദാരി ഈ വാക്കുകളിലൂടെ ചെയ്തിരിക്കുന്നത്. ശനിയാഴ്ച പാകിസ്ഥാനിൽ നടന്ന ഒരു പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോഴാണ് ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളോടും ബങ്കറുകളിൽ ഒളിക്കാൻ സൈന്യം നിർദ്ദേശം നൽകിയതായി ആസിഫ് അലി സർദാരി പറയുന്നത്. അതിന് പിന്നാലെ അദ്ദേഹം പച്ച നുണ കൂടി പറയുന്നുണ്ട്. തൻ്റെ സെക്രട്ടറിയാണ് തന്നോട് വന്ന് പറഞ്ഞത് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ആക്രമണം ആരംഭിച്ചിട്ടുണ്ട്, എത്രയും വേഗം നമുക്ക് സുരക്ഷിതമായ ഒരു ബങ്കറിലേക്ക് ഒളിക്കേണ്ടി വരും. ഇത് സെക്രട്ടറി ആവശ്യപ്പെട്ടപ്പോൾ താൻ മറുപടി പറഞ്ഞത്, എന്തിനാണ് ബങ്കറിൽ ഒളിക്കുന്നത്? രക്തസാക്ഷി ഒരിക്കൽ മാത്രമേ മരിക്കുന്നുള്ളൂ. തൻ്റെ രക്തസാക്ഷിത്വം സംഭവിക്കുന്നെങ്കിൽ അത് പുറത്തു വെച്ച് തന്നെ സംഭവിക്കട്ടെ എന്ന് താൻ പറയുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ബങ്കറിലേക്ക് പോയി ഒളിക്കാൻ താൻ തയ്യാറായില്ല എന്നാണ് ആസിഫ് അലി സർദാരി പറയുന്നത്. അതെത്രമാത്രം വിശ്വസനീയമാണെന്നുള്ളത് ഇപ്പോൾ വ്യക്തമല്ല. മെയ് മാസം 7-ാം തീയതി 2025 മെയ് മാസം 7-ാം തീയതി പുലർച്ചെ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പ്രത്യാക്രമണം ആരംഭിച്ചതിന് പിന്നാലെ പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ, പ്രസിഡന്റ്, പ്രധാനമന്ത്രി അടക്കമുള്ള പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരും എന്തിനേറെ പറയുന്നു സൈനിക മേധാവി അസീം മുനീർ അടക്കമുള്ളവർ ബങ്കറുകളിൽ ഒളിവിലായിരുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നത്. ഇത് നേരത്തെ തന്നെ ഇന്ത്യ വ്യക്തമാക്കിയ കാര്യമാണ്. പാകിസ്ഥാന്റെ രാഷ്ട്രീയ നേതാക്കന്മാർ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി നടത്തുന്ന പ്രതികരണങ്ങൾ അത് പാകിസ്ഥാനെ എത്രമാത്രം ക്രൂരമായിട്ടാണ് ഇന്ത്യ ആക്രമിച്ചത് എന്നതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ്. മാത്രവുമല്ല, ഇന്ത്യയുടെ ആക്രമണം എത്രമാത്രം ഭയാനകമായ ഒരു സ്ഥിതിവിശേഷമാണ് പാകിസ്ഥാനിൽ ഉണ്ടാക്കിയത് എന്നതിൻ്റെ ഏറ്റവും വലിയ നേർസാക്ഷ്യം കൂടിയാവുകയാണ് പാകിസ്ഥാനിലെ നേതാക്കന്മാരുടെ ഈ തുറന്നു പറച്ചിലുകൾ. കഴിഞ്ഞ ദിവസം പാകിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി ഇഷർ ധർ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. ആ പ്രസ്താവന മറ്റൊന്നുമല്ല, ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാന് കുറെ നാശനഷ്ടങ്ങൾ ഉണ്ടായി. പാകിസ്ഥാന്റെ ഒരു സൈനിക ബേസ് ക്യാമ്പ് ഇന്ത്യ ആക്രമിച്ച് തകർത്തു. 80 ഇടങ്ങളിലേക്ക് ഇന്ത്യൻ സേന ആക്രമണത്തിന് ലക്ഷ്യമിട്ടുവെങ്കിൽ 75നെയും തകർക്കാൻ പാകിസ്ഥാന് കഴിഞ്ഞു. പക്ഷേ ഒരിടത്ത് മാത്രം നൂർഖാൻ സൈനിക ബേസ്, ആ നൂർഖാൻ എയർ ബേസ് മാത്രം ഇന്ത്യക്ക് ആക്രമിച്ച് തകർക്കാൻ പറ്റി. പാകിസ്ഥാന് ഇന്ത്യയുടെ ആക്രമണത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്ന് ആദ്യമായിട്ട് ഒരു പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട നേതാവ് പറയുന്നത് കഴിഞ്ഞ ദിവസമാണ്. അതിന് 2 ദിവസം മുമ്പ് പാകിസ്ഥാന്റെ സൈനിക മേധാവിയും ഇപ്പോൾ ചീഫ് ഓഫ് സ്റ്റാഫുമായ അസീം മുനീറിന്റെ ഒരു പ്രതികരണമുണ്ടായിരുന്നു. ഇന്ത്യയുമായുള്ള ഓപ്പറേഷൻ സിന്ദൂർ യുദ്ധത്തിനിടയ്ക്ക് ഞങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ഒരു കരസ്പർശമുണ്ടായി, അള്ളാഹുവിൻ്റെ ഒരു കൈത്താങ്ങുണ്ടായി. ആ കൈത്താങ്ങില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ചിലപ്പോൾ ഈ യുദ്ധം പൂർത്തിയാക്കാൻ കഴിയുമായിരുന്നില്ല. അത് മറ്റൊന്നുമായിരുന്നില്ല, അള്ളാഹുവിൻ്റെ കൈത്താങ് എന്ന് പറയുന്നത് അമേരിക്ക ഇടപെട്ട് ഇന്ത്യയോട് സംസാരിച്ച് ഈ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിക്കാൻ ശ്രമിച്ചു. പാകിസ്ഥാനിൽ ഇന്ത്യ ലക്ഷ്യമിട്ട തീവ്രവാദ ക്യാമ്പുകളും പാകിസ്ഥാന്റെ എയർ ബേസുകളും തകർത്ത് തരിപ്പണമാക്കിയതോടുകൂടി തന്നെ ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ അവസാനിപ്പിച്ചു. ഇത് തന്നെയാണ് അള്ളാഹുവിൻ്റെ ആ കരസ്പർശം. ഇതാണ് പാകിസ്ഥാന്റെ സൈനിക മേധാവിയും ചീഫ് ഓഫ് ആർമി സ്റ്റാഫുമായ അസീം മുനീർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതിന് പിന്നാലെയാണ് ഇഷർ ധർ എന്ന പാകിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി പറഞ്ഞത് ഞങ്ങൾക്ക് നാശനഷ്ടങ്ങളുണ്ടായി. പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഐക്യരാഷ്ട്രസഭയിൽ ചെന്ന് പറഞ്ഞതുപോലെയല്ല കാര്യങ്ങൾ എന്ന് പാകിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി തന്നെ ലോകത്തോട് വിളിച്ചു പറയുകയായിരുന്നു. ഇപ്പോൾ ഇതാ പാകിസ്ഥാന്റെ പ്രസിഡന്റ് ആസിഫ് അലി സർദാർ തന്നെ പാകിസ്ഥാനിലെ ഒരു പൊതുചടങ്ങിൽ പറയുന്നു, എന്നോടും ബങ്കറിൽ ഒളിക്കാൻ വേണ്ടി പാകിസ്ഥാൻ സേന പറഞ്ഞു. ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചിരിക്കുന്നു. ഏത് നിമിഷം വേണമെങ്കിലും എവിടെയും എന്തും സംഭവിക്കാം. ഇന്ത്യയുടെ ആക്രമണത്തെക്കുറിച്ച് നമുക്കൊന്നും പ്രവചിക്കാൻ കഴിയില്ല. ഇന്ത്യ എവിടേക്ക് ആക്രമണം നടത്തുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അതുകൊണ്ട് പ്രസിഡന്റ് ബങ്കറിൽ ഒളിച്ചിരിക്കുന്നതാണ് നല്ലത് എന്ന് തന്നോട് ആർമി ചീഫും അതുപോലെ ആർമി ഉദ്യോഗസ്ഥരും പറഞ്ഞു എന്നാണ് ആസിഫ് അലി സർദാരി ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, ഓപ്പറേഷൻ സിന്ദൂർ നടന്ന 4 ദിവസങ്ങൾ പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരും
പാകിസ്ഥാന്റെ സൈനിക തലവൻ അസീം മുനീറും അടക്കമുള്ളവർ ബങ്കറുകളിൽ ഒളിച്ചിരിക്കുകയായിരുന്നു എന്നുള്ളത് ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ്. മാളങ്ങളിൽ ഒളിച്ചിരിക്കുന്നത് പോലെ ബങ്കറുകൾക്കുള്ളിൽ ഇന്ത്യയുടെ ആക്രമണത്തെ ഭയന്ന് പാകിസ്ഥാൻ നേതാക്കന്മാർ ഒളിച്ചിരുന്നു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകൾ ഇതാ പുറത്തു വരികയാണ്. പാകിസ്ഥാന്റെ പ്രസിഡന്റ് തന്നെ പറഞ്ഞിരിക്കുന്നു, ഞങ്ങളോട് മാളങ്ങളിലേക്ക് ബങ്കറുകളിലേക്ക് ഒളിക്കാൻ പാകിസ്ഥാൻ സൈന്യം ആവശ്യപ്പെട്ടു. നിങ്ങളുടെ ജീവൻ അപകടത്തിലാണ്. ഇന്ത്യയുടെ ആക്രമണം അത്രത്തോളം കാഠിന്യമുള്ളതാണ്, ഇന്ത്യയുടെ ആക്രമണം അത്രത്തോളം ശക്തമാണ് എന്ന് പാകിസ്ഥാന്റെ സേന തന്നെ പറഞ്ഞു. യഥാർത്ഥത്തിൽ ആദ്യമായി ബങ്കറിൽ മാളത്തിൽ ഒളിക്കാൻ പോയത് പാകിസ്ഥാന്റെ സൈനിക മേധാവിയായ അസീം മുനീർ തന്നെയാണ്. ആ അസീം മുനീറാണ് ഇപ്പോൾ പറയുന്നത്, അള്ളാഹുവിൻ്റെ കൃപാകടാക്ഷം ഉള്ളതുകൊണ്ട് ഇപ്പോൾ ജീവനോടെ ഞങ്ങൾ അവശേഷിക്കുന്നു. ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ത്യയുടെ മിസൈലോ റോക്കറ്റോ വീണ് ഇതിനകം തന്നെ തീർന്നു പോയേനെ. ഇപ്പോൾ പാകിസ്ഥാനി സേനയുടെ കരുത്തിനെ കുറിച്ചല്ല അസീം മുനീർ പറയുന്നത്, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ചാണ് അസീം മുനീർ പറയുന്നത്. ദൈവമുള്ളത് കൊണ്ട് പാകിസ്ഥാൻ സേനയും താനുമൊക്കെ ഇപ്പോൾ ജീവനോടെ ഉണ്ട് എന്ന് ഒരു സൈനിക മേധാവി പറയുമ്പോൾ എത്രത്തോളം അവജ്ഞയോടുകൂടിയാണ് നമ്മളതിനെ കാണേണ്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതല്ലേ. ഈ അസീം മുനീറും ഈ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമാണ് വിദേശ രാജ്യങ്ങളിൽ പോയത് പറഞ്ഞത്, ഇന്ത്യയുടെ 6 റഫേലുകൾ ഞങ്ങൾ വെടിവെച്ചിട്ടു. ഇന്ത്യയുടെ 2 റഫേലുകളുടെ പൈലറ്റുമാർ ഇപ്പോൾ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്. ഇന്ത്യ പിന്തിരിഞ്ഞോടി, ഇന്ത്യ ഒടുവിൽ അമേരിക്കയുടെ മുന്നിൽ കൈകൂപ്പി എങ്ങനെയെങ്കിലും പാകിസ്ഥാനോട് പറഞ്ഞ് ഈ യുദ്ധം ഒന്ന് അവസാനിപ്പിച്ചു തരണം, ഈ യുദ്ധത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ നമുക്ക് കഴിയില്ല എന്ന് ഇന്ത്യ അമേരിക്കയോട് ആവശ്യപ്പെട്ടു എന്നാണ് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയും സൈനിക മേധാവിയും യാതൊരു ഉളുപ്പുമില്ലാതെ, ഒരല്പം പോലും മാനമോ ഇല്ലാതെ പൊതുസമൂഹത്തോട് ഇങ്ങനെ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. അപ്പോൾ തന്നെ ലോകരാഷ്ട്രങ്ങൾക്കൊക്കെ മനസ്സിലായി എന്താണ് സംഭവിച്ചതെന്നുള്ളത്. ഇപ്പോൾ ഇതാ പാകിസ്ഥാന്റെ നേതാക്കന്മാർ തന്നെ ഓരോ ദിവസം കഴിയും തോറും ആ യാഥാർത്ഥ്യത്തെ തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി പറയുന്നു, ഞങ്ങളോട് ബങ്കറിൽ ഒളിക്കാൻ പറഞ്ഞു, ബങ്കറിൽ ഒളിക്കേണ്ട, ഞങ്ങൾ ധീരന്മാരാണ്, രക്തസാക്ഷികൾക്ക് മരണം ഒരിക്കലേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഇന്ത്യയുടെ ആക്രമണത്തിന് മുന്നിൽ നെഞ്ചി വിരിച്ചു നിന്നു എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ പ്രസിഡന്റ് ആസിഫ് അലി സർദാറിയാണ്. എന്തൊരവസ്ഥയാണെന്ന് നോക്കണം. അപ്പോൾ ഈ 4 ദിവസക്കാലം, ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ 4 ദിവസക്കാലം പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതാക്കന്മാർ ഒരുത്തനും പുറത്തുണ്ടായിരുന്നില്ല. എല്ലാം മാളങ്ങളിൽ പോയി അടയിരിക്കുകയായിരുന്നു, പതിയിരിക്കുകയായിരുന്നു എന്നത് ഇപ്പോൾ ഇതാ ഈ വാക്കുകളിലൂടെ വ്യക്തമാവുകയാണ്.